മുൻ മന്ത്രിയും CPM നേതാവുമായ PK ശ്രീമതിക്കെതിരെ വാർത്ത നൽകിയ രാജ്യദ്രോഹികൾ നന്നായി വിയർത്തു തുടങ്ങിയിട്ടുണ്ട്. ഇവരെ രാജ്യദ്രോഹികൾ എന്നല്ലാതെ വേറെ വാക്ക് അതിന് പകരമായി ഉപയോഗിക്കാൻ ഇല്ല. സൈബർ ലോകത്ത് മാത്രം ജീവിക്കുന്ന, സൈബർ ആക്രമണം മാത്രം തൊഴിലാക്കിയ, അമ്മയെയും പെങ്ങളെയും കുടുംബത്തെയും തിരിച്ചറിയാത്ത ഇത്തരം പുഴുക്കുത്തുകൾ രാജ്യദ്രോഹികൾ തന്നെയാണ്. PK ശ്രീമതി ഏത് പാർട്ടിക്കാരി എന്നുള്ളതല്ല, അവരുടെ പാർട്ടിയിലും ഇത്തരം പുഴുക്കുത്തുകളും ഉണ്ടായിരിക്കാം. പക്ഷേ ശ്രീമതി ഒരു സ്ത്രീയാണ്, ഒരമ്മയാണ്. ഇവർക്ക് കൊടുക്കുന്ന സ്ഥാനവും ബഹുമാനവും പതിറ്റാണ്ടുകൾക്ക് മുൻപേ തന്നെ നമ്മുടെ സംസ്കാരത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കാത്ത, നാടിനും വീടിനും അപമാനമായി നടക്കുന്ന ചില വൃത്തികെട്ട ജന്മങ്ങളാണ് ഇത്തരം ആരോപണങ്ങളെല്ലാം ഉപയോഗിക്കുന്നത്. അതിനൊരു വാർത്താ ചാനൽ എന്ന പിൻബലവുമുണ്ട് എന്ന് വരുമ്പോൾ അങ്ങ് വല്ലാണ്ട് പുളകിതരാവുകയാണ്. ഏതായാലും വായക്ക് തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന് കരുതിയവർക്ക് VD സതീശൻ നല്ല പണി കൊടുക്കാൻ പോവുകയാണ്. PK ശ്രീമതിയുടെ പരാതിയിൽ മുഖ്യമന്ത്രി VD സതീശൻ ഇടപെട്ടു കഴിഞ്ഞു. പരാതിയിൽ കർശന നടപടിയെടുക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നു. പരാതി ആഭ്യന്തര വകുപ്പിന് കൈമാറുകയും ചെയ്തിരിക്കുന്നു. വ്യാജ വാർത്തകൾക്കെതിരെ ഒരു വിട്ടുവീഴ്ചയുമില്ല എന്നാണ് UDF സർക്കാരിൻ്റെ തീരുമാനം. അതിലാർക്കും വെള്ളം ചേർക്കാൻ കഴിയുകയുമില്ല. PK ശ്രീമതിക്കെതിരെ വന്ന സൈബർ ആക്രമണവും വ്യാജ വാർത്തയും നമ്മളോട് ആദ്യം പറഞ്ഞത് അവർ തന്നെയാണ്. അതായത് തനിക്കെതിരെ വ്യാജ വാർത്തകൾ നിരന്തരം പ്രചരിപ്പിക്കുന്നുവെന്ന് പറഞ്ഞ് മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന് പൊട്ടിക്കരയുന്ന CPM നേതാവായ ശ്രീമതിയെയാണ് നമ്മൾ കണ്ടത്. ആദ്യം BJP അനുകൂല ചാനലായിട്ടുള്ള ജനം TV-യും പിന്നീട് അതേ സ്വഭാവമുള്ള ഭാരത് ലൈവ്, കർമ്മ ന്യൂസ് എന്നീ യൂട്യൂബ് ചാനലുകളുമെല്ലാം പടച്ചുവിടുന്ന വാർത്തകൾ കുറച്ചു ദിവസമായി കേരളത്തിൽ ചർച്ചയായിരിക്കുകയാണ്. PK ശശിയുടെ പീഡന പരാതിയുമായി ബന്ധപ്പെട്ട നടപടിയെടുക്കാൻ പോയതിനെക്കുറിച്ചും അതിനേക്കാൾ ഏറെ അത്ഭുതം തോന്നിപ്പിക്കുന്നത് PK കൃഷ്ണൻ എന്നൊരു മുൻ MLA-യുടെ ഭാര്യ എന്നുള്ള നിലയിൽ ശ്രീമതി പെൻഷൻ വാങ്ങുന്നു എന്നൊക്കെയുള്ള വ്യാജ കഥകളാണ്. അങ്ങനെ ഇല്ലാത്ത കഥകൾ, 100% ഇല്ലാത്ത കഥകൾ തെറ്റായി പടച്ചുവിടുമ്പോൾ അവർക്ക് സമൂഹത്തിലുണ്ടായിരിക്കുന്ന നാണക്കേട്, മാനഹാനി, അതുപോലെ മാനസിക പ്രയാസം, ഇതെല്ലാം എല്ലാ മനുഷ്യരും തിരിച്ചറിയേണ്ടതാണ്. ഇതേ PK ശ്രീമതിയുടെ പാർട്ടി ഭരിക്കുമ്പോഴും ഇപ്പോഴും വ്യാജ വാർത്തകൾ അവരുടെ പാർട്ടിക്കാർ തന്നെ എത്രയോ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ അന്വേഷണം നടക്കുന്ന കാഫീർ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ അനവധി തോന്നിയാസങ്ങൾ CPM തന്നെ നടത്തിയതാണ്. എന്തിനേറെ, ശ്രീമതി ടീച്ചറുടെ നാട്ടിൽ പാറയിൽ സാജൻ എന്ന പ്രവാസി വ്യവസായി ആത്മഹത്യ ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കെതിരെ വ്യാജ വാർത്ത നൽകിയത് ഇവരുടെ ദേശാഭിമാനി പത്രം തന്നെയായിരുന്നു. അന്ന് ഇങ്ങനെ വാർത്ത നൽകരുത്, സാജൻ്റെ ഭാര്യയും ഒരു സ്ത്രീയാണെന്ന് പറയാനുള്ള താക്കത്തൊന്നും ഈ PK ശ്രീമതിക്ക് ഉണ്ടായിരുന്നില്ല. എങ്കിലും ഇപ്പോൾ ഭരിക്കുന്നത് UDF സർക്കാരാണ്. സ്ത്രീകൾക്കും അമ്മമാർക്കും പ്രത്യേക പരിഗണനയും ബഹുമാനവും നൽകും. ശ്രീമതിയും ഒരമ്മയാണ്, അവർക്കുള്ള സംരക്ഷണവും UDF സർക്കാർ നൽകും എന്നുള്ളതാണ് മുഖ്യമന്ത്രി സതീശൻ പറഞ്ഞിരിക്കുന്നത്. BJP-യുടെ പ്രധാനമന്ത്രി അധികാരത്തിൽ വന്നത് തന്നെ സോഷ്യൽ മീഡിയ വഴിയും സൈബർ പ്രചരണങ്ങൾ വഴിയൊക്കെയാണ്. CPM-ലും അമ്മയെയും കുടുംബത്തെയും മനസ്സിലാക്കാത്ത തരത്തിൽ തന്നെയാണ് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ കിടന്ന് കരയുന്നു എന്നത് വേറെ കാര്യം. ഈ രണ്ട് പാർട്ടികളും അവരുടെ കുലത്തൊഴിൽ ചെയ്തു തീർക്കുന്നു എന്ന് മാത്രമാണ്. പക്ഷേ UDF-ൽ, കോൺഗ്രസിലും ചില 100ാം ക്ലാസ് പീഡന വീരന്മാരുടെ പിൻബലം പറ്റി അങ്ങനെയൊക്കെയുള്ള സൈബർ ഗുണ്ടകൾ ഇപ്പോൾ ഉണ്ട്. അവരും ഈ പണി മതിയാക്കണം എന്നുള്ള സൂചനയാണ് മുഖ്യമന്ത്രി ഇതിലൂടെ നൽകിയിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ, പിണറായി വിജയൻ നാട് ഭരിച്ചപ്പോൾ പോലും കിട്ടാത്ത നീതിയും സ്നേഹവും VD സതീശൻ്റെ കാലത്ത് PK ശ്രീമതിക്ക് കിട്ടി എന്നുള്ളതാണ് സത്യം.